ഇപ്പോൾ ക്ലിഫ് ഹൗസിലേക്ക് പിണറായി വിജയൻ എത്തുന്നു. അദ്ദേഹം AK സെന്ററിൽ ഇറങ്ങിയിട്ടില്ല. ക്ലിഫ് ഹൗസിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ക്ലിഫ് ഹൗസിലേക്ക് പിണറായി വിജയൻ എത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അദ്ദേഹം കാവൽ മുഖ്യമന്ത്രിയായി തുടരുകയാണ്. ഗവർണർക്ക് ഇന്നലെ ദൂതൻ മുഖേന രാജിക്കത്ത് കൊടുത്തയച്ചിരുന്നു. അടുത്ത മുഖ്യമന്ത്രി സ്ഥാനം ഏൽക്കുന്നത് വരെ അദ്ദേഹത്തോട് കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്ലിഫ് ഹൗസിലേക്ക് പിണറായി വിജയൻ എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ പുറത്തുണ്ട്. മുഖ്യമന്ത്രി സാധാരണ നിലയിൽ ക്ലിഫ് ഹൗസിൽ നിന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന പതിവ് ഇല്ല, അതുകൊണ്ട് തന്നെ സംസാരിക്കുകയുമില്ല എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അത്തരത്തിലുള്ള ശീലങ്ങളൊന്നും മാറ്റുന്ന ആളല്ല പിണറായി വിജയൻ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാട്, അദ്ദേഹത്തിൻ്റെ വിശദീകരണം, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അറിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം സംസാരിച്ചേക്കാം. അരുൺ ഗോപി വിവരങ്ങളുമായി. അരുൺ, CPM നേതാക്കൾ വിമാനത്താവളത്തിൽ റിസീവ് ചെയ്യാൻ ഉണ്ടായിരുന്നു. CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയെ നയിക്കുന്ന നേതാക്കൾ V. ജോയിയും A. റഹീമും അതുപോലെ തന്നെ V. ശിവൻകുട്ടിയും വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി എത്തിയ സമയത്ത് അവർ ക്ലിഫ് ഹൗസിലേക്കും എത്തുന്നുണ്ടോ? ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പരിപാടികൾ എന്തെല്ലാമാണ്? അദ്ദേഹം പാർട്ടി ഓഫീസിലേക്ക് പോകുമോ? അഭിലാഷ്, അല്പനിമിഷം മുമ്പാണ് മുഖ്യമന്ത്രിയും ഒപ്പം മുഖ്യമന്ത്രിയെ അകമ്പടി സേവിച്ചുകൊണ്ടുള്ള 3 പോലീസ് വാഹനങ്ങളും ക്ലിഫ് ഹൗസിലേക്ക് പോയത്. മറ്റ് CPM നേതാക്കളൊന്നും മുഖ്യമന്ത്രിക്കൊപ്പമില്ല എന്നതാണ് സൂചന. പതിവ് പോലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനമായിരുന്നില്ല, AK സെൻറ്ററിലെ ഒരു വാഹനമായിരുന്നു. അതിലായിരുന്നു പിണറായി വിജയൻ ഈ ക്ലിഫ് ഹൗസിലേക്ക് പോയത്. ഒപ്പം 3 പോലീസ് വാഹനങ്ങളും അകമ്പടി സേവിച്ചിരുന്നു. മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ തലസ്ഥാനത്തെ പ്രമുഖ CPM ജില്ലാ സെക്രട്ടറിയും ഒപ്പം മുൻ CPM ജില്ലാ സെക്രട്ടറിയും അടക്കമുള്ളവർ എയർപോർട്ടിലെത്തിയിരുന്നു. ഇപ്പോൾ ക്ലിഫ് ഹൗസിലേക്ക് വന്നത് പിണറായി വിജയൻ മാത്രമാണ്. വരും ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് നാളെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇതുവരെ CPM-ന് ഏൽക്കാത്ത കനത്ത തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂർ, തളിപ്പറമ്പ്, പയ്യന്നൂർ പോലുള്ള എക്കാലത്തും CPM-ന്റെ ഇടത് കോട്ടകൾ തകർന്ന് തരിപ്പണമാകുന്നതിന് കാഴ്ച കണ്ടു. കൂത്തുപറമ്പിൽ ഭൂരിപക്ഷം കുറഞ്ഞു. എന്തിനേറെ പറയുന്നു, ധർമ്മടം മണ്ഡലത്തിൽ തുടർച്ചയായി 6 റൗണ്ട് എണ്ണുന്നതുവരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നോക്കം പോയിട്ടുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഭൂരിപക്ഷം ലഭിച്ച മട്ടന്നൂരിൽ പോലും 6-1 ചുരുങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ CPM-നേറ്റ കരുത്ത തിരിച്ചടികൾ, പ്രത്യേകിച്ച് മലബാറിലെ ഇടത് കോട്ടകൾ ഏറ്റ തിരിച്ചടികൾ, ഇവയെല്ലാം ചർച്ചയാകും. ഒരുപക്ഷെ ഇനിയുള്ള കാലത്ത് കാവൽ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ഭാവി എന്താണെന്ന് നാം അറിയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടരുമോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും. അരുൺ ഗോപിയാണ് ക്ലിഫ് ഹൗസിൽ നിന്ന് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. AK സ്റ്റെഫിൻ ഉണ്ട്, അതുപോലെ തന്നെ രാഹുൽ G. നാഥുമുണ്ട്. അധികം അകമ്പടി ഇല്ലാതെ പിണറായി വിജയൻ ക്ലിഫ് ഹൗസിലേക്ക് എത്തുന്നു. 2016 മുതൽ 2026 വരെ ഒരു പതിറ്റാണ്ട് കേരളത്തെ നയിച്ച നേതാവാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ ഭരണാധികാരി എന്നുള്ള നിലയിലുള്ള ഈ ഇന്നിങ്സ് അവസാനിക്കുകയാണ്. അടുത്ത 5 വർഷം കഴിഞ്ഞ് വീണ്ടും ഇടതുമുന്നണിയെ നയിക്കാൻ അദ്ദേഹം സജീവമായി ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പ്രായം, കുറച്ചുകൂടി യുവ നേതാക്കൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാനാണ് സാധ്യത. അതാര് എന്നറിയാനുള്ള കാര്യം കൂടിയുണ്ട്. കാരണം ആരാണ് ഇനി നിയമസഭാ കക്ഷിയെ നയിക്കുക എന്നുള്ളത് പ്രധാനമാണ്. നിലവിൽ KN ബാലഗോപാലിൻ്റെ പേരിനാണ് മുൻതൂക്കം. സജി ചെറിയാൻ്റെ പേരുണ്ട്. അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ മന്ത്രിസഭയെ തന്നെ വിവാദത്തിൽ ആഴ്ത്തിയിരുന്നു. അതുകൊണ്ട് KN ബാലഗോപാലിന് സാധ്യത കൂടുതലുണ്ട് എന്ന് പറയേണ്ടി വരും. മറ്റാരെങ്കിലും സർപ്രൈസായിട്ട് നിയമസഭാ കക്ഷിയെ നയിക്കാൻ എത്തുമോ എന്നുള്ളതും അറിയില്ല.